ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു UK ഡ്രീംസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കെയർ ഹോം ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കെയർ ഹോമിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒത്തിരി പേര് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു, മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം അടങ്ങിയതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്കറിയാം UK വന്നു കഴിഞ്ഞിപ്പോൾ ഒരു ജോബ് കിട്ടുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നേരം അതിനൊക്കെ ആയിട്ട് ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ട്. അന്നേരം അവർക്ക് എന്തായാലും നിങ്ങളൊരു കെയർ അസിസ്റ്റൻ്റായിട്ട് ജോബ് നോക്കുന്നവരാണെങ്കിൽ അതിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്നേരം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നേരെ നമുക്കറിയാം, ഏത് ഇൻ്റർവ്യൂവിലാവുമ്പോഴും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യനാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നേരം അത് നമുക്ക് എന്തായാലും 100% എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നേരം എങ്ങനെ നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വളരെ സിമ്പിളായിട്ടും വളരെ ഷോർട്ടായിട്ടും പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ നമ്മൾ ആ പറയുന്ന സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബേസിക്കായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. നേരം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള പറയാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ നെയിം പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യുക. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തത്, അതുപോലെ എത്ര ഇയേഴ്സ് വർക്ക് ചെയ്തു എന്നുള്ളത് പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ സ്റ്റഡീസ് ക്വാളിഫിക്കേഷൻസ് പറയുക. സ്കിൽസ് മെൻഷൻ ചെയ്യുക. അതേപോലെ നമ്മൾ ക്വാളിറ്റീസ് പറയുന്ന ടൈമിൽ നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പേഷ്യൻ്റ് കെയറിനും അതേപോലെ തന്നെ കെയറിനായിരിക്കണം ഹൈ ക്വാളിറ്റി കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും, ഐ എം എ വെരി പേഷ്യൻ്റ്. അതേപോലെ നിങ്ങളുടെ സ്കിൽസൊക്കെ പറയുമ്പോഴും ഒരു കെയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻ്റ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയേണ്ടത്. അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഗുഡ് എക്സ്പീരിയൻസ് പറയുക. ആ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഏൺ ചെയ്ത സ്കിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിറ്റീസും കൂടെ അതിൽ ആ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്തു, അതെനിക്കൊരു നല്ലൊരു അങ്ങനെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ട്രെങ്ത് പറയുന്ന സമയത്ത് തന്നെയായാലും പേഷ്യൻ്റ് കെയറുമായി ബന്ധപ്പെട്ടിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെങ്ത്സ് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പേഷ്യൻസ്, പോസിറ്റിവിറ്റി, എംപതി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പറയാനായിട്ട്. അതായത് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൂടുതലായിട്ടും പേഷ്യൻ്റ് കെയറിന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കണം പറയേണ്ടത്. വളരെ ഷോർട്ടായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. അതായത് നമ്മുടെ ഫസ്റ്റ് അവർ ചോദിക്കുന്നതിന് നമുക്ക് നന്നായിട്ട് അവരെ ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അതായത് നിങ്ങൾക്ക് നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. അന്നേരം നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഇൻ്റർവ്യൂവിന് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നാണ്. അന്നേരം എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡു യു വാണ്ട് ടു ബി എ HCA, അതായത് വൈ ഡു യു വാണ്ട് ടു ബി എ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഓർ വൈ യു ചൂസ് ദ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ്. അതായത് നമുക്കറിയാം UK ഒത്തിരി ജോബ്സ് അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻറ്റ് ജോബ് ചൂസ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. അന്നേരം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളിത്, കാരണം നമ്മൾ വളരെ ജെനുവിനായിട്ട് അല്ലെങ്കിൽ നല്ല പ്രിപ്പയർഡായിട്ട് പറയേണ്ട ഒരു ആൻസറാണ് ഇതെന്ന് പറയുന്നത്. അന്നേരം അതിൽ നിങ്ങൾക്ക് പറയാവുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ നാട്ടിലായിരുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഓൾഡ് ഏജിൽ അവരെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കെയർ ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ പാഡ് ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫുഡ് എല്ലാ ടൈമിലും ഫീഡ് ചെയ്യാനും
ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവരുടെ ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യാനും അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഷവർ അല്ലെങ്കിൽ ബാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് വേണം പറയാനായിട്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും, നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ഒരു NSS വോളണ്ടിയർ ആയിരുന്നു. ആ ഒരു ടൈമിൽ ക്യാമ്പൊക്കെ നടത്തുന്ന ടൈമിൽ എനിക്കിങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോംസൊക്കെ വിസിറ്റ് ചെയ്യാനും അവിടെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി. അന്നേരം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അന്നേരം അവരെ കെയർ ചെയ്യുന്നതും അന്നേരം അവരെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മളവരെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരെ കുളിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ അവർക്ക് ഡ്രിങ്ക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പാഡ് ചേഞ്ചിന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അത് കാരണമൊക്കെ എനിക്ക് ഈ ഒരു മറ്റുള്ളവരെ കെയർ ചെയ്ത് അവരുടെ ആ ഒരു ഹാപ്പിനെസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് വലിയൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജോബ് ചൂസ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നേരം ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നേരം നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ആൻസർ റെഫർ ചെയ്യാവുന്നതാണ്. അന്നേരം നമ്മൾ 2 ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത്. എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതേപോലെ വൈ ഡു യു വാണ്ട് ടു ബി എ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ വൈ യു ചൂസ് എ കെയർ അസിസ്റ്റൻറ്റ് ജോബ്. അന്നേരം ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന ടൈമിൽ നിങ്ങൾ ഏത് കമ്പനിയിലേക്കാണ് അല്ലെങ്കിൽ ഏത് കെയർ ഹോമിലേക്കാണോ വരുന്നത് അവരുടെ ആ ഒരു ജോബിന് അവരുടെ ആ ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അന്നേരം അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലാതെ കമ്പനിയെക്കുറിച്ചിട്ട് ഒന്നും അറിയാതെ അല്ലെങ്കിൽ ആ ഒരു കെയർ ഹോമിനെ കുറിച്ച് ഒന്നും അറിയാതെ അത് എങ്ങനത്തെ ഒരു കെയർ ഹോമാണ് അല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള റെസിഡൻസാണ് അതൊക്കെ ഒന്നും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അന്നേരം അതൊക്കെ ഒന്ന് പ്രധാനമായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് സേഫ് ഗാർഡിങ്. നമ്മൾ ഈ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് മുൻ പരിചയമുള്ള കുറച്ച് ടേംസ് കാര്യങ്ങളുണ്ട്. അന്നേരം അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്താണ് സേഫ് ഗാർഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സേഫ് ഗാർഡിങ് മീൻസ് പ്രൊട്ടക്റ്റിംഗ് ദ റെസിഡൻസ് ഫ്രം അബ്യൂസ്. അതായത് റെസിഡൻസിനെ എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് സേഫ് ഗാർഡിങ് എന്ന് പറയുന്നത്. ലൈക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ അബ്യൂസ് എല്ലാം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ്, റെസിഡൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് സേഫ് ഗാർഡിങ് എന്ന് പറയുന്നത്. സേഫ് ഗാർഡിങ് ഷുഡ് പ്രിവെൻറ്റ് ഹാം, സ്റ്റോപ്പ് അബ്യൂസ്, സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റേസ് പബ്ലിക് അവയർനെസ്. എന്താണ് ഈ ടേംസ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അന്നേരം ഞാൻ ഈ ഒരു ഡിസ്കസ് ചെയ്ത ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അന്നേരം ഇത് പറയുമ്പോഴും നമ്മൾ ഒരു പേഷ്യൻ്റ് കെയറിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ സ്ട്രെങ്ത് കാര്യങ്ങൾ പറയാനായിട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, ഇതിനകത്ത് പറയാൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എമ്പതി, ഹോണസ്റ്റ്, കോൺഫിഡൻസ്, കമ്പാഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയിട്ട് പറയാവുന്നതാണ്. അതേപോലെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതായിട്ടുള്ള റിയൽ ആയിട്ടുള്ള വീക്ക്നെസ് പറയാൻ പാടില്ല, അതൊരു പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ പറയാൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, ഐ കോൺസെൻട്രേറ്റ് ഓൺ വൺ തിങ് അറ്റ് എ ടൈം. ഇത്ര വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാനായിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, കെയർ അസിസ്റ്റൻറ്റ് ഷുഡ് നോട്ട് ഷെയർ ദ ഡീറ്റെയിൽസ് ഓഫ് റെസിഡൻസ്. അതായത് റെസിഡൻസിൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് ഇൻസിഡൻറ്റ്, അങ്ങനെ റെസിഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. എന്താ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതായത് സർട്ടൻ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നതിൽ ഒരു റെസ്ട്രിക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ലിമിറ്റ്സ് ഓർ റെസ്ട്രിക്ഷൻസ് ഓൺ ദ യൂസ് ഓഫ് സർട്ടൻ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ്.
അന്നേരം നിങ്ങൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് പ്രൊട്ടക്റ്റിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് എ എത്തിക്സ് ഓഫ് എ കെയർ വർക്കർ ടു കീപ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രൈവറ്റ്. അതായത് നമ്മൾ പറയില്ല കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, പ്രൈവറ്റ് അങ്ങനെ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് അവരുടെ ഇൻഫർമേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെസിഡൻസിന് അവരുടെ എന്തെങ്കിലും ബാഡായിട്ടുള്ള പ്രീവിയസ് ഇൻസിഡൻസ് കാണും, അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി കാണും, ഇതൊന്നും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. അന്നേരം അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് PPE? വാട്ട് ആർ ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ PPE കിറ്റ്? PPE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്. അന്നേരം അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫേസ് മാസ്ക്, ഫേസ് ഷീൽഡ്, മാസ്ക്, ഗ്ലൗസ്, ഗൗണ്, ക്യാപ്പ്, ഏപ്രോൺസ്. അന്നേരം എന്തൊക്കെ ഐറ്റംസ് ആണ് PPEയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അതുപോലെ അതിനു മുമ്പ് ഈ PPE യൂസ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് ഫ്രം എക്സ്പ്ലോഷർ ടു ഹസാർഡ്സ്. അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, അതാണ് ഞാൻ ജസ്റ്റ് പറയാതിരുന്നത്. ജസ്റ്റ് ആ ഒരു ടേം, അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡിമെൻഷ്യ? ഡിമെൻഷ്യ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം UK കെയർ ഹോമുകളിൽ മോസ്റ്റ് ഓഫ് ദ കെയർ ഹോംസും ഡിമെൻഷ്യ ബേസ്ഡ് അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ള റെസിഡൻസിനെയാണ് കൂടുതലായിട്ടും എന്തായാലും ഒരു കെയർ ഹോമിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നേഴ്സിങ്ങിൽ ഡിമെൻഷ്യ ആയിട്ടുള്ള വാർഡായിരിക്കും. അന്നേരം ആ ഒരു എന്താണ് ഡിമെൻഷ്യ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം ഡിമെൻഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറവി രോഗം നമുക്ക് അത് എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിമെൻഷ്യയാണ് ഉള്ളത്, അതുപോലെ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഡിമെൻഷ്യ ഈസ് എ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ദാറ്റ് അഫക്റ്റ് ബ്രെയിൻ, മെമ്മറി, തിങ്കിങ്, ബിഹേവിയർ ആൻഡ് എബിലിറ്റി ടു പെർഫോം ഓഫ് ഡെയിലി ആക്ടിവിറ്റീസ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഡിമെൻഷ്യാസ് ആണ് ഉള്ളതെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 ടൈപ്സ് ഓഫ് ഡിമെൻഷ്യ ആണുള്ളത്. അൽഷിമേഴ്സ് ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, ലെവി ബോഡീസ്, ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. അങ്ങനെ 4 ടൈപ്സ് ഓഫ് ഡിമെൻഷ്യാസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിംറ്റംസ് ഓഫ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് ലോസ് ഓഫ് മെമ്മറി, മൂഡ് ചേഞ്ചിങ്, പുവർ കോൺസെൻട്രേഷൻ, പുവർ ജഡ്ജ്മെൻറ്റ്, സ്പീച്ച് ഡിഫിക്കൽട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സംസാരിക്കാനായിട്ട് ശ്രമിക്കും, പക്ഷെ അവർക്കതൊന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വരുന്നത്, പെട്ടെന്ന് മൂഡ് ചേഞ്ച്, പെട്ടെന്ന് സങ്കടം, ദേഷ്യം, അങ്ങനെയൊക്കെ പെട്ടെന്ന് മൂഡ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ മെമ്മറി ലോസ്, ഇതൊക്കെയാണ് ഡിമെൻഷ്യയുടെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു പെട്ടെന്ന് നിങ്ങളുടെ ഒരു റെസിഡൻറ്റിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? അതേപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഇമാജിൻ യുവർ റെസിഡൻറ്റ് ഹാസ് ആൻ ആക്സിഡൻറ്റ് വൈൽ യു ആർ വിത്ത് ദം, വാട്ട് ഡു യു ഡു? അതായത് നിങ്ങൾ നിങ്ങളുടെ റെസിഡൻറ്റിനോട് പെട്ടെന്ന് അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, എന്ത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യും? അന്നേരം നിങ്ങളുടെ ആ ഒരു ക്വിക്കായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളത് ഹാൻഡിൽ ചെയ്യും, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് യുവർ സീനിയർ കെയർ അല്ലെങ്കിൽ നേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പെട്ടെന്ന് കെയർ ചെയ്യും. അതേപോലെ പെട്ടെന്ന് എമർജൻസി ബസ് റെഡിക്കും. പിന്നെ മെഡിക്കൽ എമർജൻസീസിനാണെങ്കിൽ 999 കോൾ ചെയ്യും. അന്നേരം ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇത് നിങ്ങളുടെ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് നിങ്ങളത് ഡീൽ ചെയ്യുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ഇൻ കെയർ അസിസ്റ്റൻറ്റ് റോള്. എന്താണ് മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ഇൻ ദ ഹെയർ അസിസ്റ്റൻറ്റ് റോൾ എന്ന് പറയുന്നത്? നിങ്ങളന്നേരം അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ലഭിക്കും. അതായത് നമുക്കറിയാം റെസിഡൻസിനെ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ലിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ടെക്നിക്സ് യൂസ്ഡ് ടു സേഫ്റ്റി അസിസ്റ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് എ ലിമിറ്റഡ് മൊബിലിറ്റി ഇൻക്ലൂഡിങ് ടാസ്ക് ലൈക്ക് ലിഫ്റ്റിംഗ്, ട്രാൻസ്ഫറിങ് ആൻഡ് റീപൊസിഷനിങ്. അതായത് എന്തിനാണ് മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റെസിഡൻറ്റിനെ
helping someone to get in bed and out of bed, helping with the bathing or toileting, transfer from bed to chair or wheelchairs. അതായത് ഇപ്പോൾ ഒരു റെസിഡൻറ്റിനെ മൂവ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കിടക്കുകയും ബെഡിൽ കിടക്കുന്ന ഒരു റെസിഡൻറ്റിനെ നമുക്ക് കൈ കൊണ്ട് പിടിച്ച്, അല്ലെങ്കിൽ ബെഡിലായിട്ടുള്ള ഒരു റെസിഡൻറ്റിനെ നമുക്ക് കൈ കൊണ്ട് എടുത്തിട്ട് അങ്ങനെയൊന്നും ഇരുത്താൻ വേണ്ടി പാടില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ പിന്നെ മൂവിങ് ഹാൻഡ്ലിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹോയിസ്റ്റ്, സ്ലിങ്സ്, സ്റ്റാൻഡേർഡ്, അതുപോലെ മോർ ലിഫ്റ്റ് പോലുള്ള ടെക്നിക്സ്, മൂവിങ് ഹാൻഡ്ലിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു റെസിഡൻറ്റിനെ അവരെ കട്ടിൽ നിന്നും എടുത്ത് അവർ വീൽ ചെയറിലേക്ക് അല്ലെങ്കിൽ ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതിന്, അതേപോലെ ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് മാറ്റുന്നതിന്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അന്നേരം നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഡെഫിനറ്റ്ലി അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കെയർ ഹോം തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊരു ബേസിക് ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം. എന്തിനാണ് മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ പ്രിവെൻറ്റ്, അതായത് നമ്മളിപ്പോൾ കൈകൊണ്ടൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ അവർ തൊട്ട് ബ്രൂസസ് കാര്യങ്ങളുണ്ടാകും, അവർക്ക് സ്കിൻ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാകും. അതേപോലെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അതേപോലെ മൂവിങ് ഹാൻഡ്ലിങ്ങിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ലിങ്സ്, സ്റ്റാൻഡേർഡ്, മോർലിഫ്, ഹോയിസ്റ്റ്, ഇതൊക്കെയാണ്. അന്നേരം അതിനെക്കുറിച്ചിട്ടും നമ്മൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരിക്കണം. പിന്നെ അടുത്തൊരു നിങ്ങൾക്ക് 100% ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ്? അതായത് എന്തെങ്കിലും ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം അവരോട് ചോദിക്കാനുണ്ട്. അന്നേരം നോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗുഡ് ഇംപ്രഷൻ തന്നെയാണ് അവർക്ക് വരുത്തുന്നത്. അന്നേരം നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാവുന്നതാണ്. ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ കെയർ അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ട്രെയിനിങ് വുഡ് ഐ റിസീവ്, ഇവിടുന്ന് ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് ആണ് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്, അതുപോലെ തന്നെ കെയർ അസിസ്റ്റൻ്റിൻ്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാവോ, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ടീമുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ടി വരുന്നത്, അതുപോലെ കമ്പനിയുടെ കൾച്ചറിനെ കുറിച്ച് പറയാവോ. സോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അന്നേരം വളരെ സിമ്പിളായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അന്നേരം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അന്നേരം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. അന്നേരം വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഇത്രയും മാത്രമാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.